a matter is better than its beginning. പ്രൈസ് ദി ലോർഡ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു വേദഭാഗം കൂടെ നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം. അത് തന്നെ. ആമേൻ. In addition to those slain in the battle, the Israelites had put to sword Balaam, son of Beor, who practiced divination. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം എനിക്ക് പവർ പോയിന്റ് തയ്യാറാക്കാൻ പറ്റിയില്ല. അതിൻ്റെതായ നിലയിൽ പ്രത്യേകിച്ച് എഴുതി കാണിക്കുവാൻ തക്കവണ്ണമുള്ളതായ സാവകാശം ലഭിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഇന്ന് പൽക്കാലം ഒരുക്കി വന്നതായ ആ വേദഭാഗത്തു നിന്ന് ചില കാര്യം നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ഞാൻ താല്പര്യപ്പെടുന്നു. I don't have the presentation this morning, but I'd like to speak to you from what I prepared this morning. ഇന്നത്തെ നമ്മുടെ വചനചിന്തയുടേതായ ആ ഹെഡിങ് ഇങ്ങനെയാണ്: ദി എക്സ്പീരിയൻസസ് ഓഫ് എ കാസ്റ്റവേ, അല്ലെങ്കിൽ വിദൂരതയിൽ അകപ്പെട്ടവൻ്റെതായ അനുഭവങ്ങൾ എന്നുള്ളതായ നിലയിൽ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. I'd like to speak upon this topic, the experiences of a castaway. ഇവിടെ നമുക്ക് ആദ്യം വായിച്ച വേദഭാഗത്ത് നമ്മൾ വായിച്ച വേദഭാഗം ഇതാണ്. നമ്മൾ വായിച്ചു കേട്ടല്ലോ, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ അതിൻ്റെ അവസാനം നല്ലതായിരിക്കണം. അതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. In the first verse we read that the end of a matter is better than its beginning, and it should be. That's what we read. അതിനോടുള്ളതായ ബന്ധത്തിലാണ് ഞാൻ പിന്നെ വായിച്ചത്. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവിടെ നമ്മൾ വായിച്ചത് ഇസ്രായേൽ മക്കൾ കൊന്നവരുടെ കൂട്ടത്തിൽ ബയോറിൻ്റെ മകനായ ബിലയാം എന്ന പ്രശ്നക്കാരനെയും വാൾ കൊണ്ട് കൊന്നു എന്ന് വായിക്കുവാനിടയായി. And we read from Joshua chapter 13:22, in addition to those slain in battle, the Israelites had put to sword Balaam, son of Beor, who practiced divination. അപ്പോൾ ഇത് ഒരു നമുക്ക് വായിച്ചു തീർക്കുവാൻ തക്കവണ്ണം വളരെ ഒരു ചെറിയ പ്രസ്താവനയാണെങ്കിലും വളരെ ഭയാനകമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നതായ പ്രസ്താവനയാണ്. And what we read, although a short proclamation, but it is a terrifying one. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഈ ബിലയാം എന്ന് പറയപ്പെടുന്നതായ വ്യക്തി അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിൽ താൻ കടന്നുപോയതായ വഴികൾ, കടന്നുപോയതായ വിധങ്ങൾ, തൻ്റെതായ ജീവിതത്തിലെ അനുഭവങ്ങൾ, പിന്നെ അവസാനം എന്തായി, ഇതൊക്കെയാണ് അല്പമായ സമയത്ത് നമ്മൾ ചിന്തിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. In the short period, let's focus on what he did, the experiences that he went through, and his end. ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവവുമായിട്ടുള്ളതായ ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മുന്തിരിവള്ളിയിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യപ്പെട്ടതായ കൊമ്പുകൾ എത്ര ശ്രേഷ്ഠമാണെങ്കിലും കട്ട് ഓഫ് ആഴ്ചയിൽ അത് വിച്ഛേദിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉടനെ തന്നെ അത് ഉണങ്ങിപ്പോകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. And what we will focus is on how when you separated from God, you will finish fast. Just we read in John 15 about the branches that being separated from the vine. മറ്റൊരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വൃക്ഷത്തെ അതിനകത്ത് പൊള്ളയായിരിക്കുമ്പോഴും അതിനകത്ത് അത് പോടുകൊണ്ട് അല്ലെങ്കിൽ അത് അഴുകി ഇല്ലാതായിരിക്കുമ്പോഴും പുറമെ യാതൊരു വിധത്തിലും ദോഷമില്ലാതെ പച്ചിപ്പോടുകൂടെ നിലനിൽക്കുവാൻ തക്കവണ്ണം ചില മരങ്ങൾക്ക് കഴിയുമെന്നുള്ളത് കാര്യം നമ്മൾ ഓർക്കണം. We should remember there are certain trees that although they look perfectly okay from outside, they could be hollow and even rotten inside. ഇതാണ് നമുക്ക് ബിലയാമിന്റെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. Now this is what we see in the life of Balaam. ബിലയാമിൻ്റെതായ അവസാനം നമ്മൾ വായിച്ചത് ഇങ്ങനെയാണല്ലോ. നമ്മൾ വായിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചതായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ശത്രുക്കളുടേതായ കൂട്ടത്തിൽ വാളുകൊണ്ട് കൊല്ലപ്പെടുന്നതായ ഒരു അവസ്ഥയിലേക്ക്, ഒരു
ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് താൻ കടന്നു വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവിടം കഴിയും. And what we see through this is how he comes to an end, being put to death through the sword, just like the enemies were. ആമേൻ. അപ്പോൾ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആരംഭത്തെക്കാൾ നമ്മുടെ അവസാനം ഏറ്റവും നന്നായിരിക്കണം എന്നുള്ളതാണ്. And what God expects from us is that our end should be better than the beginning. ദൈവജനമേ, നമുക്ക് എല്ലാവർക്കും നല്ല ബിഗിനിങ് ഉള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God that we all have a good beginning. ദൈവത്തിന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടവരാണ്. We are being saved through his grace. അവൻ കർത്താവിൻ്റെതായ ക്രൂശിലെ മരണം നാം വിശ്വസിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് ഹല്ലേലൂയ ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒരു സാവകാശവും അധികാരവും ഒക്കെ നൽകി തന്നു. നാം ദൈവത്തിന്റെ മക്കളാണ്. We are the children of God because of the privilege God gave us when we believed on his crucifixion and death. എന്നാൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതായ സംഗതി എന്തെന്ന് ചോദിച്ചാൽ, നാം ഒരു ദിവസം കഴിയുന്തോറും നമ്മുടെ നിത്യതയിലേക്ക് നാം അതായത് അടുക്കുന്തോറും, അല്ലെങ്കിൽ നമ്മുടെ മരണത്തോട് നാം അടുക്കുന്തോറും നമ്മുടേതായ പ്രത്യാശ നമ്മിൽ നിന്ന് അകന്നു പോകരുത്. ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. What should happen is, even as we come closer and approach our death, our expectations, our hope should increase each day. ആമേൻ. നമുക്ക് അകത്ത് ഇല്ലാതിരുന്നിട്ട് വിശ്വാസി എന്ന് നടിക്കുവാൻ തക്കവണ്ണം ഒരു പ്രയാസവുമില്ല. It's easy to pretend to be a believer even when you have no faith. അകത്ത് ദൈവവുമായിട്ട് ഒരു അടുപ്പമില്ലെങ്കിലും വെളിയിൽ നമ്മളെ കാണുന്നവർ ഈ ദേഹം വളരെ ഭക്തനാണ്, ഈ വ്യക്തി വളരെ ഭക്തനാണെന്ന് തോന്നിപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയും. കാരണം അതിനുള്ളതായ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. And we are all capable to show the proximity to God even though you are far from him and pretend to be a saint. എന്നാൽ ഉള്ളങ്ങളെ ഉള്ളതുപോലെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ആരംഭത്തെക്കാൾ അവസാനം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. We are sat in the presence of a God who sees our inner being, and let this be a prayer that our end be better than our beginning. ആമേൻ. ഹല്ലേലൂയ. ഇദ്ദേഹത്തിൻ്റെതായ ജീവിതത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറയുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. Let me wish through from this life of this person. ആമേൻ. അദ്ദേഹത്തിൻ്റെതായ സ്വഭാവം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നത്. I want to begin with his character. ആമേൻ. അദ്ദേഹത്തിൻ്റെതായ തുടക്കത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 9-ായ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ആമേൻ, അവൻ ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നു നിന്നോടുകൂടെയുള്ള ഈ മനുഷ്യരെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് പല കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ തക്കവിടം കഴിയും. We read in Numbers chapter 22 verse 9 that God came to Balaam and asked him, "Who are these men with you?" ആമേൻ. അതുപോലെ 23:4 കടന്നു വരുമ്പോൾ ദൈവം ബിലയാമിന് പ്രത്യക്ഷനായി, ബിലയാം അവനോടുകൂടെ എന്ന് പറഞ്ഞ് അവന് യാഗപീഠം പണിത് വളരെ അടുത്ത ബന്ധം പുലർത്തിയ ഒരു വ്യക്തിയായിട്ടാണ് ബിലയാമിനെ കാണാൻ കഴിയുന്നത്. In chapter 23 verse 4 we read, God met with him and Balaam said, I have prepared 7 altars, and on each altar I have prepared a bull and a ram. And we see his closeness to God. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം, അവൻ അദ്ദേഹത്തിന് ദൈവവുമായിട്ട് അടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു. What we see is that he had a close proximity to God. അവൻ ദൈവവുമായിട്ട് ബന്ധം പുലർത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണ കാര്യമല്ല, വളരെ വിലയേറിയപ്പെട്ട കാര്യമാണ്. It is not a small thing to have a relationship with God, but a precious one. ആമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനമേ, ഈ പദവി എന്ന് പറയപ്പെടുന്നത് സാധാരണ പദവിയല്ല. എത്രയോ ആയിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് ലഭിക്കാത്ത ഒരു പദവിയാണ്. ദൈവമൊന്ന് മനസ്സിലാക്കിയിട്ട് അവനെ ആരാധിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞതായ പദവി. It is our privilege that God has chosen us to know him and to be
a part of his family that millions others do not have. എന്നാൽ നാം ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് മാത്രം പോരാ. ഹല്ലേലൂയ. ദൈവവചനത്തെ അത് കേട്ടിട്ട് അതുപോലെ അനുസരിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ കേട്ടത് കൊണ്ട് പ്രയോജനമില്ല. Just the hearing of the word is not good enough, but to submit ourselves to the word, and that is what is meaningful. ആമേൻ. സംഖ്യാപുസ്തകം 23:5 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വായിക്കുന്നത്. In Numbers chapter 23 verse 5, here's what we read. എന്നാറേ യഹോവ ഒരു വചനം ബിലിയാമിന്റെ നാവിന്മേൽ ആക്കിക്കൊടുത്തു. നീ ബാലാക്കിന്റെ അടുക്കൽ മടങ്ങിച്ചെന്ന് ഇപ്രകാരം പറയണമെന്ന് കൽപ്പിച്ചു. The Lord put a message in Balaam's mouth and said, go back to Balak and give him this message. അപ്പോൾ ദൈവമായ കർത്താവിനോട് ബന്ധമുണ്ടായിരുന്നു, അടുപ്പമുണ്ടായിരുന്നു. മാത്രമല്ല അവന്റെ വായിൽ ദൈവവചനം ഹല്ലേലൂയ ഉരുവിടുവാൻ തക്കവണ്ണം അവന്റെ വായെ ദൈവവചനം കൊണ്ട് നിറയ്ക്കുന്ന ഒരു അനുഭവം ബിലെയാമിനുണ്ടായിരുന്നു. We see that Balaam was not only close to God, but God has filled his mouth with his word. ദൈവമേ, അതൊരു വളരെ ദിവ്യമായ ആർക്കും സാധാരണ ലഭിക്കാത്തതായ ഒരു പദവിയാണ്. നാം എഴുന്നേൽക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ വായ്ക്കകത്ത് ദൈവത്തിന്റെ വചനം തന്ന് നിറയ്ക്കുക എന്നുള്ളത് സാധാരണ പദവിയല്ല. അത് ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തവർക്ക് മാത്രം കൊടുക്കുന്നതായ ഒരു പദവിയാണ്. It is a divine privilege, a special one that is given, that when you wake up that he fills your mouth with his word. നാം യെരമ്യാവിനെ കുറിച്ച് കാണുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. യെരമ്യ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ യെരമ്യ പ്രവചനം 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. In Jeremiah chapter 1 verse 9 we read, the Lord reached out his hand and touched my mouth and said to me, I have now put my words in your mouth. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, A person selected by God, ദൈവത്തോട് അടുപ്പമുണ്ടായിരുന്നവൻ, one who's close to God, ദൈവത്തിൻ്റെതായ വചനം വായിൽ നിറയപ്പെട്ടവൻ, a person whose mouth was filled with God's word. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുന്നതായ പ്രിയപ്പെട്ടവർക്ക് കർത്താവ് തരുന്നതായ ആമേൻ പ്രത്യേകമായ ഭാഗ്യമാണ് ഇതൊക്കെ ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നത്. I desire to make this statement that all of this is a privilege that God has given us to be in his presence. ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പാകെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവവചനത്തെ മനസ്സിലാക്കുവാൻ, ദൈവ ശബ്ദം നമുക്ക് കേൾക്കുവാൻ, ദൈവവുമായിട്ട് നമുക്ക് പരസ്പരം ഹല്ലേലൂയ അതായത് കൂട്ടായ്മ ആചരിക്കുവാൻ ദൈവം തന്നിരിക്കുന്ന ബന്ധം ഹല്ലേലൂയ അത് വിലയേറിയ പദവിയെന്ന് നാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. May we praise God, recognizing what a privilege it is that he has called us, that we can listen to him and hear the voice of God. ഹല്ലേലൂയ. അത് മാത്രമല്ല നമ്മൾ കാണുന്നത് ഹല്ലേലൂയ ഈ മനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 23 അതായത് സംഖ്യാപുസ്തകം 23-21 മുതലുള്ള വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അദ്ദേഹം ഹല്ലേലൂയ ദൈവജനത്തിൻ്റെതായ അനുഗ്രഹം കണ്ട വ്യക്തിയെ. When we come to Numbers chapter 23-21, we see that he is a person who's seen the blessing of God. അവിടെ ഒന്ന് വായിക്കാമോ? 23-21 മുതലുള്ളതായ ചില വേദഭാഗങ്ങൾ. ആ ആ ആ ആ ആ മതി. ഇനി അത് ഇംഗ്ലീഷിലോടൊന്ന് വായിക്കാമോ? Numbers 23-21 onwards. No misfortune is seen in Jacob, no misery observed in Israel. The Lord their God is with them. The shout of the king is among them. God brought them out of Egypt. They have the strength of a wild ox. There is no sorcery against Jacob, no divination against Israel. It will now be said of Jacob and of Israel, see what God has done.
ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ ഹല്ലേലൂയ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം നമ്മൾ പുലർത്തിയതിന് ശേഷം ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടേതായ ഒരു വലിയ ലിസ്റ്റ് തന്നെ നമുക്ക് പറയുവാനുണ്ട്. If we take a look at what God has put in our lives after we have come close to Him, it is a long list of blessings. ആമേൻ. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ അമേരിക്കയിൽ പാർക്കുന്നതായി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു $10 അല്ലെങ്കിൽ $5 അല്ലെങ്കിൽ $20 ഞാൻ അമേരിക്കയ്ക്ക് കടന്നു വന്നത്, എന്നാൽ ഇപ്പോൾ കാണുന്നതല്ല എൻ്റെ ദൈവം എനിക്ക് തന്നതാണ് എന്ന് പറഞ്ഞു നാം ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. We often hear and we praise God when many say, I came to the United States with $20, but everything that I have today, God has given. ആമേൻ ഹല്ലേലൂയ. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ, ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവം നമ്മെ രോഗത്തിൽ നിന്ന് വിടുവിച്ചത്, ദൈവം നമ്മെ അപകടങ്ങളിൽ നിന്ന് വിടുവിച്ചതെല്ലാം നമ്മൾ നന്ദിയോട് ഓർക്കാറുണ്ട്. We often remind ourselves how God has protected us, His provisions, His providence. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പൽക്കാലം എനിക്ക് ഓർപ്പിക്കുവാൻ തക്കവണ്ണമുള്ളത്, അത് നല്ല മനസ്സാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് നല്ല ഒരു സ്വഭാവമാണ്. എന്നാൽ അത് മാത്രം പോരാ, ദൈവത്തൊന്ന് റിസീവ് ചെയ്യുക മാത്രമല്ല, ദൈവമായ കർത്താവ് എന്നോട് നിങ്ങളോട് പറയുന്നത് അതുപോലെ അനുസരിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു ബാധ്യതയും എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവം അതായത് പ്രതീക്ഷിക്കുന്നുണ്ട്. It is a good thing to give thanks to God, but God expects us that we are not just receivers, but we have the responsibilities. ആമേൻ. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്, ഹല്ലേലൂയ, ബിലയാം എന്ന് പറയപ്പെടുന്നതായ ഈ വ്യക്തി, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, ഇവർ ദൈവത്തിൻ്റെതായ മക്കളാണ്, ഇവർ തനിച്ചു പാർക്കുന്ന ഒരു ജനം, മറ്റുള്ള ജാതികളോട് എണ്ണപ്പെടുന്നില്ല, ആഭിചാരം അവർക്ക് വരികയിൽ അതായത് ഏൽക്കുകയില്ല എന്നുള്ളതായ നിലയിൽ വരുന്നതായ നന്മകളെല്ലാം ഒന്നൊന്നായിട്ട് പറയുന്നുണ്ട്. And he looks at the children of Israel and he tells them how they are special, how they've been called apart and they are protected, and that is what he tells them. എന്നാൽ ഹല്ലേലൂയ, ദൈവമായ കർത്താവിനോടുള്ള ബന്ധത്തിൽ തൻ്റെതായ ഏകാഗ്രത എങ്ങോ എവിടെയോ വിട്ടുപോകുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. But we see his concentration to this relationship has getting diluted. ഇന്നെന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ഹൃദയത്തിലെ ആത്മാവോട് ആരാധിക്കുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ളതായ പാളിച്ചകൾ എന്നിലുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. We need to introspect and find have there been failings, because God expects that we worship Him with all your heart, mind and soul. ആമേൻ. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, കേൾക്കുന്നവരായിട്ട് മാത്രമല്ല ആയിരിക്കേണ്ടത്, എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, നാം അതിനെ എന്താണ് ദൈവവചനം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ചെയ്യുവാൻ തക്കവണ്ണം ഉത്സുകരായിരിക്കണം എന്നുള്ളതാണ്. Because we should not be just listeners of the word of God, but we should be encouraged and to do what God wants us to do. ആമേൻ ഹല്ലേലൂയ. ഈ ബിലയാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദൈവത്തെ കുറിച്ചൊരു ബോധ്യമുണ്ട്. Because when you look at Balaam, he is conscious about God. ഈ ദൈവത്തിൻ്റെതായ മക്കൾക്ക് ദൈവം ഒരുക്കുന്നതായ നന്മകളെ കുറിച്ച് ബോധ്യമുണ്ട്. He recognizes the blessings that God has given to the children. എന്നാലും ദൈവത്തെ സേവിക്കേണ്ട വിധത്തിൽ സേവിക്കുവാൻ കഴിയാത്തതായ ചില തടസ്സങ്ങൾ തന്നിലുണ്ട്. But he is unable to serve God because there are certain obstacles in his life. ആമേൻ. അവിടെ നമ്മൾ ഈ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. When we look
look through this word, we will know this very well. അദ്ദേഹത്തിൻ്റെതായ ജീവിതത്തിൽ വന്നതായ ദ്രവ്യാഗ്രഹമാണ് ഹല്ലേലൂയ ദൈവത്തെ വേണ്ട വിധത്തിൽ ആരാധിക്കുവാനോ പിൻപറ്റുവാനോ കഴിയാതെ ഹല്ലേലൂയ തന്റെ ആ ദൈവമായിട്ടുള്ളതായ ഏകാഗ്രതയിൽ നിന്ന് തന്നെ വേർതിരിച്ചത്. It is his love for the material blessings that has taken him away from the love of God. ആമേൻ. ദൈവജനമേ, ഞാൻ ഹല്ലേലൂയ ദ്രവ്യ അങ്ങിൽ നമുക്ക് സമ്പത്ത് വേണ്ട എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. I do not say that we should not have blessings. സമ്പത്ത് ഒരിക്കലും പാപമെന്ന് പറയുവാനും എനിക്ക് താല്പര്യമില്ല. I do not say that wealth is sin. ആമേൻ. ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം അതത് സമയത്ത് നൽകിത്തരുന്ന ദൈവമാണ്. He is a God who provides when we need it. ആമേൻ. ഹല്ലേലൂയ. ദൈവമായ കർത്താവിനെ നോക്കി ഇറങ്ങി പുറപ്പെട്ടതായ ഒരു വ്യക്തികളും ഹല്ലേലൂയ പാപ്പരായി തീരുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുകയുമില്ല. God will never let anyone be who will turn to a pauper if you follow him. ആമേൻ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ദ്രവ്യത്തിന് പുറകെ പുറപ്പെടുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സ് വെച്ചാൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്തതായ ദോഷവശങ്ങളിലേക്ക് നമ്മെ ആ അട്രാക്ഷൻ കൊണ്ട് നയിക്കുമെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ. But I want to remind you, if you love money and start following it, it will come with its own issues. ദൈവവചനം പറയുന്ന ഒരു കാര്യമുണ്ട്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമാണ്. The love of money is the root of all evil. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം അതുകൊണ്ട് നമുക്ക് ആമേൻ പണം വേണം, ആവശ്യത്തിന് പണം വേണം, അത്യാവശ്യമായ കാര്യങ്ങൾക്കും പണം വേണം. We all need money for what we need. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഇതാണ് സകലവും എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചാൽ ഹല്ലേലൂയ ബിലയാമിന് സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. But if we live for the love of money, it will happen what happened to Balaam. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ ദൈവവചനത്തിന് വിരുദ്ധമായി ആമേൻ കർത്താവിനോട് ആമേൻ ആലോചന ചോദിച്ച ദൈവവചനത്തിൻ്റെതായ വിരുദ്ധതയിൽ നിൽക്കുവാൻ താല്പര്യപ്പെടുന്നതായ ഒരു ബിലയാമിനെ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. But we see Balaam who's standing against the will of God and what God wants him. ഇവിടെ ഇദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നത് പ്രത്യേകിച്ച് 24-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കാമോ? In chapter 24 verse 2. ആമേൻ. അവിടെ വായിക്കുന്നത് വായിച്ചാട്ടെ. ആ ആ എന്താ വായിച്ചേ? ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തിന്റെ അതായത് ഉള്ളിലേക്ക് കടന്നു വന്നു. When Balaam looked out and saw Israel encamped tribe by tribe, the Spirit of God came upon him. ദൈവത്തിന്റെ ആത്മാവ് ഇദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഹല്ലേലൂയ. ഇദ്ദേഹത്തെ വലിച്ചു കൊണ്ടുപോകുവാനായിട്ടല്ല. ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാനാണ്. The Spirit of God has come into him not to withdraw him from God but to correct him. പക്ഷെ ബിലയാമിന് അത് മനസ്സിലാക്കുവാൻ കഴിയാത്തൊരവസ്ഥ. But we see Balaam is unable to understand this. ആമേൻ. ദൈവമേ, നമുക്ക് ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം തന്നിരിക്കുകയാണ്. God has given us His Spirit. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ സകല സത്യത്തിലും വഴി നടത്തുവാനായിട്ടാണ് കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. We read in New Testament, the Spirit of God is given to us to lead us in all the truth. ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനെ അല്ലെങ്കിൽ ദൈവികമായ അതായത് സാന്നിധ്യത്തെ സെക്കൻഡറി ആയിട്ട് രണ്ടാമതായിട്ട് കാണുവാനായിട്ടല്ല, അതിന് പ്രാധാന്യം കൊടുത്ത് ഹല്ലേലൂയ ദൈവവചനം എന്ത് പറയുന്നു അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ടാണ്. The Spirit is given to us so that we recognize the primacy of God and to follow that. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ബിലയാമിൻ്റെതായ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവൻ പ്രവാചകന്മാരുടെ കൂട്ടത്തിലായി അവൻ ദൈവമായ കർത്താവിന്റെ വചനം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം അവന് പ്രത്യേകാൽ അഭിഷേകം ചെയ്തെന്ന് നമുക്ക് കാണാൻ കഴിയും. But we see the Spirit comes upon Balaam and he speaks the prophecy and the anointing comes upon him. എന്നാൽ അവനിൽ കടന്നു വന്ന ദൈവത്തിന്റെ ആത്മാവ് അവൻ ഹല്ലേലൂയ തെറ്റായ മാർഗത്തിലേക്ക് അവൻ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ഒരുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. But we see him prepare himself to use this to build wealth for himself. ഇവിടെ നമ്മൾ വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. It is important to consider this. ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളുടെ
ഇടയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ, ദൈവദാസന്മാരുടെ ഇടയിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ, സമ്പത്ത്, എനിക്ക് ലഭിച്ചതായ ദൈവകൃപ, എനിക്ക് ലഭിച്ചിരിക്കുന്നതായ അഭിഷേകം, ഹല്ലേലൂയ, സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം എന്നുള്ളതായ നിലയിൽ അതിനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നതായ ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. We see in Christian world a lot of them misusing the spirit and the anointing to accumulate wealth. എന്നാൽ ഇന്ന് വൽക്കാലം ഒരു കാര്യം ഞാൻ വാസ്തവമായി പറയട്ടെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ പൈസ സമ്പാദിക്കാനായിട്ടുള്ളതായ ഒരു മാർഗമല്ല. ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം തന്നിരിക്കുന്നതായ ആത്മാവാണ്. അതിനെ ഒരു വിധത്തിലും ദുരുപയോഗം ചെയ്യരുത്. Let me tell you this truly, the Spirit of God is given to us not to make money, not to misuse it, but to honor God. ആമേൻ. നാം ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ നമ്മളിലുള്ളതായ വെളിച്ചം ഒരു വിധത്തിലും ഇരുളായി മാറുവാൻ തക്കവണ്ണം അനുവദിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവവചനത്തിലും ദൈവത്തിന്റെ ആത്മാവിലും ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോട് അവനെ പിൻപറ്റുന്നതിലുമായിരിക്കണം. Let us not turn the light that is given unto us to a darkness, but let us concentrate on the word and live in him. ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇദ്ദേഹത്തിന് നല്ലൊരു ആഗ്രഹമുണ്ടായിരുന്നു. But even through all this, he had a good desire. ആമേൻ. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? In Numbers chapter 23 verse 10. ആമേൻ. അവിടെ ഭക്തന്മാർ മരിക്കും പോലെ ഞാൻ മരിക്കട്ടെ, അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. Who can count the dust of Jacob or number the fourth part of Israel? Let me die the death of a righteous. ആമേൻ. and may my end be like. എന്റെ അവസാനം ഭക്തന്മാരുടെ പോലെ ആകട്ടെ എന്ന് താൻ താല്പര്യപ്പെട്ടു. His desire was that his end will be like those of a righteous. ആഗ്രഹം നല്ല കാര്യമാണ്. It is a good desire. ആമേൻ. ആഗ്രഹം വളരെ നല്ല വിഷയം തന്നെയാണ്. A great subject it is. എന്നാൽ ആഗ്രഹം പോലെ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നില്ല എങ്കിൽ നമ്മൾ ചെന്നെത്തുന്നത്, ഹല്ലേലൂയ, ബിലെയാമിൻ്റെതായ അവസാനം ഭവിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് പൽക്കാലം നാം ഒരുമിച്ചായിരിക്കുമ്പോൾ ബുദ്ധി ഉപദേശമായിട്ടാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. The word of God is instructing us this morning that if we do not lead our life through the desires, we will end up like Balaam. നമുക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. It is not enough that we have a desire. ആർക്കും ആഗ്രഹിക്കാം, എന്നാൽ ആഗ്രഹിക്കുന്നതായ ആഗ്രഹത്തിന് പുറകിൽ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. Anyone can have a desire, but we need to work towards the desire. പ്രത്യേകിച്ച് അമേരിക്കയിൽ പാർക്കുന്നതായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ രാജ്യം എന്ന് പറയുന്നത് അവസരത്തിൻ്റെതായ ഒരു രാജ്യമാണ്. When we talk about America, it is a land of opportunity. ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതായ ഒരു വ്യക്തിക്ക് ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആകണമെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പഠിക്കുവാൻ തക്കവണ്ണം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. It's a land of opportunity. Anyone desires to be a doctor or engineer, even now you can be one. ഏത് നിലയിൽ നിങ്ങൾക്ക് പോകണമോ, നിങ്ങൾക്ക് മനസ്സുണ്ടോ ബുദ്ധിയുണ്ടോ, അതിനുവേണ്ടി നിങ്ങൾ ത്യാഗം സഹിക്കുമോ, നിങ്ങൾക്ക് അവിടെ ചെല്ലുവാൻ തക്കവണ്ണം കഴിയും. If you have the willingness and the sacrifice and hard work, you can achieve it. എന്നാൽ എല്ലാ ദിവസവും ഞാൻ എഴുന്നേറ്റിട്ട് എനിക്കൊരു ഡോക്ടർ ആകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്നിരിക്കട്ടെ. Let's imagine this every day. I wake up and say, I want to be a doctor. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പഠിക്കുവാൻ പോകുന്നില്ല, കോളേജിൽ പോകുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. യാതൊരു വിധത്തിൽ അതുമായിട്ടുള്ള യാതൊരു കാര്യവും ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുക. But also imagine I'm not studying, I don't go to a college, I don't do anything. ആമേൻ. എനിക്ക് ഒരിക്കലും ആ ആഗ്രഹം സാധിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല. That desire will never be fulfilled. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ, ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ ബിലെയാം ആഗ്രഹിച്ചു എനിക്ക് ഭക്തന്മാർ മരിക്കുന്നത് പോലെ മരിക്കണമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് ഭക്തന്മാർ ജീവിച്ചതുപോലെ ജീവിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് പരാജയമായിട്ട് കാണാൻ കഴിയുന്നത്. We see even though he had the desire to die the death of a righteous,
he's left like he was following wickedness and he couldn't do it. ആമേൻ. അതുപോലെ തന്നെ ബിലയാമിന്റെ ജീവിതത്തിൽ വന്നതായ അതായത് പാളിച്ച എന്നത് ചോദിച്ചാൽ അദ്ദേഹം ദൈവവചനം ലഭിച്ചതിനെ തൻ്റെ ഇഷ്ടത്തിന് കോട്ടി മാറ്റുവാൻ തക്കവണ്ണം അതിനെ തിരുത്തി പ്രസന്റ് ചെയ്യുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടു. The second thing what we see is he flexes the word of God and misuses it. ആമേൻ. ഹല്ലേലൂയ. ദൈവവചനം എന്ത് പറയുന്നു അതുപോലെ പറയുക എന്നുള്ളതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. What God desires is that we speak the word as is given to us. ആമേൻ. അവസരത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് മാറ്റിമറിക്കുവാനായിട്ടുള്ളതല്ല ദൈവത്തിന്റെ വചനം. The word of God is not one that can be misinterpreted. ആമേൻ. ഹല്ലേലൂയ. ദൈവാത്മാവ് അദ്ദേഹത്തിന് കൊടുത്തതായ ആലോചന എന്തെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. The instruction given to him was to bless the children of Israel. എന്നാൽ ഇദ്ദേഹം ഹല്ലേലൂയ അത് സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അത് മറച്ചു വെച്ചിട്ട് ഹല്ലേലൂയ അവരെ ശപിക്കുവാൻ തക്കവണ്ണം തൻ്റെ ആ ഇൻപുട്സ് സ്വന്തമായ വാക്കുകൾ അവിടെ ഇടുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. But in order to make money of it, he hid the word of God. Instead of blessings, he cursed them. ആമേൻ. ഹല്ലേലൂയ. എന്താ അതിനെക്കുറിച്ച് ബിലയാമിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ബിലയാമിന്റെ വഴി എന്ന് പറഞ്ഞു തന്നെ ആ അപ്പോസ്തലനായ പത്രോസ് അവിടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. 2 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നത് അവർ നേർ വഴി വിട്ട് തെറ്റി ബയോറിന്റെ മകനായ ബിലയാമിന്റെ വഴിയിൽ നടന്നു. എന്താണ് ബിലയാമിന്റെ വഴി? When we talk about, we come to New Testament in 2 Peter in chapter 2 verse 15, we read they left the straight way and wandered off to follow the way of Balaam. വളരെ ക്ലിയർ ആയിട്ട് ദൈവവചനം വരച്ച് കാട്ടിയിരിക്കെ അതിനെ അതെങ്കിൽ അവഗണിച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിൽ പോയ ബിലയാമാണ് ഇവിടെ നമുക്ക് അതായത് വിഷയമായിട്ട് ഏറ്റെടുക്കേണ്ടത്. What we learn here is when God's instruction was very clear, he turned it aside, and that is what we see here. ആമേൻ. അതുകൊണ്ട് സ്വന്തം വഴിയിലേക്ക് താൻ പോയത് കൊണ്ട് ഹല്ലേലൂയ താൻ കയറിയ നമുക്കറിയാം അതിൻ്റെതായ വിഷയങ്ങൾ ഒക്കെ അറിയാം. ഹല്ലേലൂയ. താൻ കയറിയ അവൻ മൃഗം പോലും തനിക്കെതിരായി നിൽക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. We see even that animal that he climbed upon turned against him. ആമേൻ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അവസാനം നമ്മൾ വായിച്ചതുപോലെ ഹല്ലേലൂയ ദൈവമായ കർത്താവിന്റെ സന്നിധിയിൽ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നീതി പ്രവൃത്തി ചെയ്തവരുടെ കൂട്ടത്തിൽ ആയിരിക്കേണ്ടതായ വ്യക്തി ഇപ്പോൾ ശത്രുക്കളുടെ കൂട്ടത്തിൽ കൊല ചെയ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. The person who was supposed to have been counted among the righteous but is being killed like an enemy. ആമേൻ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നാം ദൈവത്തെ മനസ്സിലാക്കിയിട്ട് അവന് കൊടുക്കേണ്ടതായ മഹത്വം കൊടുക്കുന്നില്ല എങ്കിൽ ഹല്ലേലൂയ ആമേൻ നമ്മുടേതായ ആമേൻ ഹല്ലേലൂയ ആ പ്രത്യാശയിലേക്ക് നമുക്ക് കടന്നു പോകുവാൻ കഴിയില്ല എന്ന സത്യമാണ് ഇവിടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. If we do not recognize God and the glory due to him, we will not go in the way we should. ആമേൻ. ബിലയാമിനെ സംബന്ധിച്ചിടത്തോളം it was a tragic end. ആമേൻ. വളരെ ആമേൻ നിരാശജനകമായ ഒരു വല്ലാത്തൊരു അവസാനമാണ് തൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. When we look at Balaam, we see what a tragic end he meets with. ആമേൻ. തൻ്റെ വഴികളിലേക്ക് തൻ്റെ അവസ്ഥയിലേക്ക് സ്വന്തം ഇഷ്ടത്തിലേക്ക് പോയിട്ട് ഹല്ലേലൂയ ഇല്ലാതെ പോകുന്ന വല്ലാതെ പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. A person who went in his own direction and ends up with nothing. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ നമ്മുടെ ആരംഭത്തെക്കാൾ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നമ്മൾ വായിച്ചതുപോലെ ഹല്ലേലൂയ നമ്മുടെ അവസാനമാണ് ഏറ്റവും നന്നായിരിക്കേണ്ടത്. Through the words that we read, may the end be better than the beginning. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആരാധിച്ചതിനേക്കാൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കർത്താവിനോട് അടുത്തതിനേക്കാൾ കൂടുതലായി ദിവസങ്ങൾ കഴിയുന്തോറും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ
കൂടുതലായി മനസ്സിലാക്കുവാൻ, ദൈവവുമായിട്ടുള്ള സമ്പർക്കം പുലർത്തുവാൻ ഇടയായ തീർച്ചയായിട്ടും ബിലിയാമിന് വന്നു ഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയില്ല. If each passing day that we become closer to God, we worship Him more, then this is not the end that Balaam met that we will face. അതെ, നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് ഈ ദിവസങ്ങൾ ഒന്ന് വരും. We have this hope that He is coming back soon. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുകയാണ്. The world announces His coming. ഹല്ലേലൂയ. മരിച്ചവർ ഹല്ലേലൂയ അവര് രൂപാന്തരപ്പെടുന്ന ഒരു സമയമുണ്ട്. The death will be transfigured. കർത്താവിന്റെ വരവിൽ അന്ന് ജീവനോടിരിക്കുന്ന നാം ഹല്ലേലൂയ നാം മറുരൂപമായി നമ്മുടെ കർത്താവിനോട് ചേരുന്ന ഒരു സമയം വരും. Our time is coming, we will be called and taken up to Him. അതിനായി നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കർത്താവ് ഓരോ ദിവസം കഴിയുന്തോറും അങ്ങയെ കൂടുതലായി സ്നേഹിക്കുവാൻ, അങ്ങയെ ഏകാഗ്രതയോടുകൂടെ സ്നേഹിച്ചിട്ട് അങ്ങ് എന്ത് പറയുന്നു അതനുസരിപ്പാൻ കൃപ തരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray this, Lord, each day. I love you more. I will grow in you and concentrate on you. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് തുടർന്ന് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാമല്ലോ. പ്രൈസ് ദി ലോർഡ്.